ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓർക്കിഡ്സിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മോഹന ഓർക്കിഡ്സിലെ പുതിയ കളക്ഷൻസും അതേപോലെ തന്നെ പുതിയ സ്റ്റോക്കുകളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഓർക്കിഡ് നഴ്സറിയിൽ പുതിയ കളക്ഷൻസൊക്കെ എത്തിയിട്ടുണ്ട്. ഇത് മൊക്കാര പ്ലാന്റ്സിൻ്റെ പുതിയ പ്ലാന്റുകളാണ് കേട്ടോ. റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് പ്ലാന്റുകളാണ്. നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് ഇപ്രാവശ്യം എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇപ്രാവശ്യം എത്തിയിട്ടുള്ളത്. ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള നിറയെ പൂവിടുന്ന പലതരം കളറിലുള്ള മൊക്കാര പ്ലാന്റ്സുകളാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇവിടുന്ന് കൊടുക്കുന്നത്. ഇതിനു മുമ്പേ നമ്മൾ മോഹന ഓർക്കിഡ്സിൻ്റെ ഒരു 2-3 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൻ്റെ പല വെറൈറ്റികളും എത്തിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല യെല്ലോ ലിപ്പോട് കൂടി വൈറ്റ് ഇതളോടൊക്കെ കൂടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ഉണ്ടാവുന്ന ഒരു ഡെൻഡ്രോബിയം വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് മേലി യെല്ലോ എന്നാണ് ഇതിൻ്റെ പേര്. വളരെ ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട് കേട്ടോ. അതിൻ്റെ തന്നെ ബാക്കി പ്ലാന്റുകളാണ് ഈ വെച്ചിട്ടുള്ളത്. നമുക്ക് ഒരു സെറ്റിൽ തന്നെ നമുക്ക് തിരഞ്ഞ് നടക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓരോ സെറ്റും അവരിങ്ങനെ കറക്റ്റായിട്ട് ഓർഡർ പ്രകാരമാണ് ഈ വെച്ചിട്ടുള്ളത്. ഇത് ഡെൻഡ്രോബിയത്തിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് കേട്ടോ. പേര് ഞാൻ ടാഗിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ കണ്ടില്ലേ, ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത്. ഒരുപാട് ചെടികൾ ഇതിൻ്റെ വന്നിട്ടുണ്ട്. പിന്നെ ഈ കാണിക്കുന്നത് നമ്മുടെ കാറ്റ്ലിയ ഫ്ലവേഴ്സാണ്. ജ്വൽ പിങ്ക് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോയും പിങ്കും വരുന്ന ലിപ്പോട് കൂടിയ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഈ വെറൈറ്റിക്കുള്ളത്. അതുപോലെ തന്നെ കാറ്റ്ലിയയുടെ പല വെറൈറ്റികളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ കാണിക്കുന്നത് നമ്മുടെ സിംബീഡിയത്തിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഇതുമേ ഫ്ലവേഴ്സൊന്നും ആയിട്ടില്ല, എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിപ്പമുള്ള ഫ്ലവേഴ്സാണ്. ഇത് നമ്മുടെ ഡെൻഡ്രോബിയത്തിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല പിങ്ക് കളറോട് കൂടിയ പൂവാണ്. അതിൻ്റെ ലിപ്പിൽ കുറച്ച് പിങ്ക്, ഡാർക്ക് പിങ്ക് കൂടി വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവറാണിത്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഹിബിക്കി ഫ്ലവേഴ്സാണ് കേട്ടോ, ഓർക്കിഡിൻ്റെ. ഇതിൻ്റെ ഒരുപാട് ചെടികൾ ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കണ്ടല്ലോ നിങ്ങൾ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ചെടികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മൾ ചെടികൾ ഇവിടെ റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ അവർ കൊണ്ടുവന്ന അതേപടിയല്ല എടുത്ത് വയ്ക്കുക. അവരതിൻ്റെ ഓരോ റിപ്പോർട്ടിംഗ് ഒക്കെ ചെയ്ത് അതാത് രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് അവർ ഓരോ ഭാഗത്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ്. ഡെൻഡ്രോബിയത്തിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഇപ്രാവശ്യം പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എവിടെയും കിട്ടാത്ത ഡെൻഡ്രോബിയം വെറൈറ്റീസ് നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും. അതും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിട്ട് തന്നെ കിട്ടും. ഡെൻഡ്രോബിയത്തിൻ്റെ തന്നെ പല വലിപ്പത്തിലുള്ള ചെടികളും ഇവിടെ ലഭ്യമാണ്. സീഡ്ലിങ്സും അതേപോലെ തന്നെ വലിയ പ്ലാന്റ്സും ഒക്കെ കിട്ടും ഇവിടെ. ഇത് ഡെൻഡ്രോബിയത്തിൻ്റെ എനോബി സ്പ്ലാഷ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല പിങ്ക് ലിപ്പോട് കൂടി സൈഡിലൊക്കെ ഇങ്ങനെ കുറച്ച് ഷെയ്ഡിങ് ഒക്കെ വരുന്ന ടൈപ്പിലുള്ളത്. ഇത് ഡെൻഡ്രോബിയത്തിൻ്റെ മിനി ഫുൾ സ്പ്ലാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റിയാണ്. അതിൻ്റെയൊക്കെ ബാക്കി ചെടികളാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് നല്ല യെല്ലോ കളറിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ കൊലകൊലയായിട്ട് പൂക്കുന്ന ഒരു ചെടിയാണ്. ഇത് യെല്ലോ സ്പ്ലാഷ് അതാണ്. പിന്നെ ഈ കാണുന്നതൊക്കെ പുതിയതായിട്ട് വന്നിട്ടുള്ള ഡെൻഡ്രോബിയത്തിൻ്റെ കളക്ഷൻസാണ് കേട്ടോ. ഞാൻ പേരൊക്കെ ഇതിൽ ടാഗിൽ കാണിക്കാൻ പറ്റാവുന്നതിൻ്റെ ഒക്കെ അതെല്ലാവരും ഒന്ന് നോക്കിക്കോളൂ. ഒരു 2-3 മാസമൊക്കെ കഴിയുമ്പോൾ ബഡ്സൊക്കെ വന്ന് ഫ്ലവർ ചെയ്യാറായിട്ടുള്ള രീതിയിലുള്ള വലിപ്പത്തിലുള്ള ചെടികളാണ് കേട്ടോ ഈ വന്നിട്ടുള്ളത്. അതിലും സീഡ്ലിങ്സും ഒക്കെ ഉണ്ട്. മറ്റ് നഴ്സറികളെ അപേക്ഷിച്ച് അത്ര വില വരുന്നില്ല ഇവിടെ ചെടികൾക്ക്. പറഞ്ഞാലും കണ്ടാലും തീരാത്ത എത്ര ഡെൻഡ്രോബിയത്തിൻ്റെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതിൻ്റെ പോട്ടിംഗ് ഒക്കെ കണ്ടില്ലേ, ഇവർ കൊണ്ടുവരുന്ന പടി എടുത്ത് വെക്കാണ്ട് അവർ തന്നെ പോട്ടിംഗ് ഒക്കെ മാറ്റി പുതിയ ചട്ടിയിലേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഓരോ പേരിനനുസരിച്ചും അവർ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ വരുന്നവർക്ക് തപ്പി നടക്കേണ്ട ആവശ്യം വരുന്നില്ല. അതാത് റോല് ആ ചെടികളൊക്കെ ഉണ്ടാവും. നമുക്ക് കറക്റ്റായിട്ട് അത് നോക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ കണ്ടില്ലേ, ഇതേ എന്തോരം ഡെൻഡ്രോബിയത്തിൻ്റെ വെറൈറ്റീസ് ആയിരിക്കുന്നതെന്ന്. ഇത് ഡെൻഡ്രോബിയത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾക്ക് വേറെ ഒരു നഴ്സറിയിലും ഇത്രയധികം ഡെൻഡ്രോബിയത്തിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതിന് മാത്രം കളക്ഷൻസ് ഉള്ള ഒരു നഴ്സറിയാണ് കേട്ടോ അത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഈ നഴ്സറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇത് നമ്മുടെ വാടാനപ്പള്ളി ഗുരുവായൂർ റോട്ടിൽ 7-ാം കല്ല് എന്നുള്ള സ്ഥലത്താണ് കേട്ടോ അത് സ്ഥിതി ചെയ്യുന്നത്. ഇത് നടത്തുന്ന ആളുടെ പേര് മോഹനൻ എന്നാണ്. അപ്പോൾ അവരുടെ മറ്റ് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ.
ഡെൻഡ്രോബിയത്തിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയിൽ വരുന്ന ഒരുപാട് കളക്ഷൻസാണ് കേട്ടോ ഇപ്രാവശ്യം കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, ഇത്ര ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് വേറൊരു നഴ്സറിയിലും കിട്ടില്ല, അത് ഞാൻ ഉറപ്പ് പറയാം. അത് നമ്മുടെ ഓരോ ചെടികളുടെയും ഇലയുടെ കളറും അതുപോലെ തന്നെ വലിപ്പവും വേരുകളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇത്ര ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് വേറെ എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ ന്യായമായിട്ടുള്ള വിലയിലാണ് ഇവിടെ പ്ലാന്റ്സുകളൊക്കെ വിൽക്കുന്നത്. ആവശ്യമുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് വാങ്ങാവുന്നതാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇവർക്ക് ഓൺലൈൻ സെയിലുണ്ടോ എന്നുള്ളത്. ഇവർക്ക് ഓൺലൈൻ സെയിലില്ല കേട്ടോ. കാരണം സമയമില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം ചെടികൾ കൊണ്ടുവരുന്നതും പോട്ടിങ് ചെയ്യണതും അറേഞ്ച് ചെയ്യണതൊക്കെ അവിടുത്തെ ചേട്ടനും അതുപോലെ തന്നെ ഒരു സ്റ്റാഫുണ്ട്. അവർ രണ്ടുപേരും കൂടിയാണ്. ഇതിൻ്റെ ഇടയിൽ ഓൺലൈൻ സെയിൽ നിർത്താനുള്ള സമയമില്ല എന്നാണ് ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇവർക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് യൂട്യൂബ് ചാനലിലത്തെ ആൾക്കാരും അതുപോലെ ന്യൂസ് ചാനലിലത്തെ ആൾക്കാരൊക്കെ വന്ന് ഇവിടെ ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ. ആ വീഡിയോകളിൽ ചെടികളെ കുറിച്ചിട്ടുള്ള ഓരോ ഡീറ്റെയിൽസും അതിൻ്റെ വളർച്ചയും കെയറിങ്ങും കാര്യങ്ങളെല്ലാം ചേട്ടൻ അതിൽ വിവരിച്ച് പറയുന്നുണ്ട്. എനിക്കിത് വിവരിച്ച് പറയാനുള്ള ഓർക്കിഡ്സിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ അറിവുകളൊന്നുമില്ല. അപ്പോൾ അതൊന്നും എല്ലാവരും കണ്ടു നോക്കുക. അതുപോലെ ഒരുപാട് ജില്ലകളിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്നിട്ട് നേരിട്ട് വന്ന് മേടിച്ച് പോകുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് ഡെൻഡ്രോബിയത്തിൻ്റെ ഒരു ഹാങ് ചെയ്ത് കിടക്കുന്ന ടൈപ്പിലുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതിന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് കളറിലുള്ള പൂവാണ് ഉണ്ടാകുന്നത്. ഇത് അധികം ഓർക്കിഡ് നഴ്സറികളിലൊന്നും കണ്ടുവരാത്ത ഒരു വെറൈറ്റിയാണ്. ഇതൊക്കെ നമ്മുടെ ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തുമാത്രം കളക്ഷൻസാണ് ഡെൻഡ്രോബിയത്തിൻ്റെ ഇവിടെ ഉള്ളതെന്നുള്ളത്. പഴയതും പുതിയതും കൂടി ആയപ്പോൾ ഒരുപാട് കളക്ഷൻസാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഇതൊരു വെറൈറ്റി ഫ്ലവറാണ്. ഇത് വേറൊരു നഴ്സറിയിൽ അധികം കാണില്ല. ഇത് ഓൺസീഡിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. മറ്റു പൂക്കളെ അപേക്ഷിച്ച് വളരെ ഡിഫറെൻ്റാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ. പിന്നെ ഇതൊക്കെ ഓൺസീഡിയത്തിൻ്റെ വേറെ തൈകളാണ്. അതുപോലെ നമ്മുടെ നഴ്സറികളിലൊക്കെ ഫെലനോപ്സിസിൻ്റെ കളക്ഷൻസ് വളരെ കുറവായിരിക്കും. പക്ഷേ ഈ നഴ്സറിയിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഫെലനോപ്സിസിൻ്റെ. കൂടുതലാരും ഇത് വെക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് കെയറിങ് വേണ്ട ഒരു ഓർക്കിഡ് കൂടിയാണ്. പക്ഷേ ഈ നഴ്സറിയിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഫെനലോപ്സിസിൻ്റെ. പല വെറൈറ്റിയിലുള്ളതും പല കളറിലുള്ളതും അതേപോലെ തന്നെ പല വലിപ്പത്തിലുമുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അതേ കാണുന്നില്ലേ, ഇതൊക്കെ പൂവ് ഇടാറായിട്ടുള്ള ചെടികളും അതുപോലെ തന്നെ പൂവിട്ട് കഴിഞ്ഞതായിട്ടുള്ള ഫെലനോപ്സിസിൻ്റെ ചെടികളാണ്. പിന്നെ കൂടുതലായിട്ടും ആൾക്കാർ വളർത്താൻ ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഫ്ലവേഴ്സ് കിട്ടുന്നതും ഡെൻഡ്രോബിയത്തിലാണ്. അതേപോലെ തന്നെ റേറ്റും കുറവ് ഡെൻഡ്രോബിയം ഫ്ലവേഴ്സിനാണ് മറ്റ് ഓർക്കിഡിനെ അപേക്ഷിച്ച്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടുതലായിട്ട് വാങ്ങുന്നതും ഡെൻഡ്രോബിയാണ്. കെയറിങ്ങും കുറവാണ് ഡെൻഡ്രോബിയത്തിന്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓർക്കിഡാണ് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ വീഡിയോയിൽ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീച്ച് കളറിലുള്ള ഒരു ഫ്ലവർ കണ്ടോ, എന്തൊരു വലിപ്പമായത്. നമ്മുടെ വാൻഡയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ, ഗോൾഡ് എന്ന് പറഞ്ഞിട്ട്. വളരെ വലിപ്പമുള്ളൊരു ഫ്ലവറാണ്. അതേപോലെ തന്നെ ഡെൻഡ്രോബിയത്തിൻ്റെ ട്വിസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ഡെൻഡ്രോബിയൻ ജാസ്മിൻ. നല്ല ബ്രൗൺ കളറും പർപ്പിൾ കളറും കൂടിയിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ ഡെൻഡ്രോബിയത്തിൻ്റെ കളക്ഷൻസാണ്. ഓരോന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് ചെടികൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഡെൻഡ്രോബിയൻ വെറൈറ്റീസ് ഏതൊക്കെയാണ്. ഇതും അതേപോലെ തന്നെ ഡെൻഡ്രോബിയത്തിൻ്റെ PM വൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റിയാണ്. ഇത് പുതിയതായിട്ട് വന്നതാണ് കേട്ടോ. നമ്മുടെ നല്ല റെഡ് കളറിലുള്ള നല്ല കൊലയായിട്ട് ട്വിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഇതളോട് കൂടിയ ഡാർക്ക് റെഡ് റാബിറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ചെടിയുണ്ട് ഇതിൻ്റെ തന്നെ. ഇതൊക്കെ അതിൻ്റെ വെറൈറ്റികളാണ് കേട്ടോ ഈ കാണിക്കുന്നത്. പിന്നെ ഇത് നല്ല ട്വിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന പർപ്പിളും വൈറ്റും കൂടി കലർന്ന വേറൊരു വെറൈറ്റി. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോയും വൈറ്റും കൂടി കലർന്ന വലിപ്പത്തോട് കൂടിയിട്ടുള്ള ഒരു പൂവുള്ള ഡെൻഡ്രോബിയം വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് ഞാനിവിടെ കാണിക്കാം. കണ്ടില്ലേ, വലിയ ചെടിയും കൂടിയാണ് കേട്ടോ ഇത് വേറൊരു വെറൈറ്റി. നമ്മുടെ വൈറ്റിൽ പർപ്പിൾ പിങ്ക് വരുന്ന ഡെൻഡ്രോബിയം ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണിത്. വളരെ ബ്യൂട്ടിഫുള്ളാണ് അതിൻ്റെ ചെടികൾ. ഈ കാണുന്നതൊക്കെ നമ്മുടെ വാൻഡ പ്ലാന്റുകളാണ് കേട്ടോ. ഇവിടെ വാൻഡ പ്ലാന്റുകളൊക്കെ ഹാങ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. കണ്ടില്ലേ, അപ്പോൾ വേരുകളൊക്കെ ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് വളരെ ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട്. വാൻഡ പ്ലാന്റിൻ്റെ പല വെറൈറ്റീസും ഉണ്ട്. ഇതൊന്നും ഇപ്പോൾ ഫ്ലവർ ആയിട്ടില്ല. ഫ്ലവർ ആവുന്നത് തന്നെ അപ്പം സെയിലായി പോകുന്ന കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് ഫ്ലവറുകൾ കുറവായിരിക്കും.
അപ്പോൾ ഓർക്കിഡ്സിനെ ഇഷ്ടപ്പെടുന്നവർ, വാങ്ങാൻ താല്പര്യമുള്ളവർ വേഗം പോരെ, പുതിയ കളക്ഷൻസൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും പറയുകയാണ്, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.